ഇന്ത്യ യൂറോപ്യൻ വ്യാപാര കരാർ യാഥാർത്ഥ്യമായ വിവരം പ്രേക്ഷകരെല്ലാം അറിഞ്ഞു. എനിക്കറിയാം ഈ കരാർ പ്രാബല്യത്തിലായാൽ നമുക്ക് എന്ത് പ്രയോജനം, എന്താണ് നമുക്ക് കിട്ടുക എന്ന് തിരുവനന്തപുരത്തുകാർ ചോദിക്കും. ബിസിനസ് ഡെസ്കിൽ നിന്ന് കൃഷ്ണ ചെറിയാൻ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നു. കൃഷ്ണ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെ കിട്ടും നമുക്ക് അതറിയട്ടെ ആദ്യം. വെരി ഗുഡ് മോർണിംഗ് എസ് കെ. അല്പസമയം മുമ്പ് ഒരു പ്രേക്ഷകൻ എസ് കെനോട് ചോദിച്ചില്ലേ, ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര കരാർ സാധ്യമായി കഴിഞ്ഞാൽ നല്ലൊരു കരാറാണെന്ന്. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. അമ്പമ്പോ ഇതെന്തൊരു ഗംഭീര കരാർ എന്ന്. കാരണം സാധാരണക്കാർക്കുൾപ്പെടെ നിരവധി പേർക്ക് ഒരുപാട് പ്രയോജനങ്ങളുള്ള ഒരു കരാറാണ്. നമ്മളിവിടെ ട്രംപിനെയും കൂടെ ചേർത്ത് വായിക്കണം. അമേരിക്ക ഒരു ഒറ്റ രാജ്യത്തേക്ക് നമ്മുടെ കയറ്റുമതി നിഷേധിച്ചപ്പോൾ, അതായത് തീരുവയുടെ രൂപത്തിൽ നിഷേധിച്ചപ്പോൾ, നമുക്കിപ്പോൾ ജർമ്മനിയിൽ വിൽക്കാം, സ്പെയിനിൽ വിൽക്കാം, ഫ്രാൻസിൽ വിൽക്കാം, ലാറ്റ്വിയയിലോ ലിത്വാനിയയിലോ എസ്റ്റോണിയയിലോ അല്ലെങ്കിൽ ഹംഗറിയിലോ ഓസ്ട്രിയയിലോ എവിടെ വേണമെങ്കിലും വിൽക്കാം. 27 യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് ഇന്ത്യയുടെ പ്രോഡക്ട്സ് കാത്ത്. അപ്പോൾ ഈ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര കരാറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ്. 27 രാജ്യങ്ങളിൽ നമുക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ സാധിക്കും. ആ 27 രാജ്യങ്ങളിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ തീരുവരഹിതമായിട്ട് ഇങ്ങോട്ട് വരികയും ചെയ്യും. ഇനി ഇതിനെ മദർ ഓഫ് ഓൾ ഡീൽസ് എന്ന് വിളിക്കുന്നതും ഇതുകൊണ്ടാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഗോള വ്യാപാരത്തിന്റെ മൂന്നിലൊന്ന് ആലോചിക്കുക, 3-1 ആഗോള വ്യാപാരം ഈ ഒരു വ്യാപാര കരാറിന്റെ ഭാഗമായിട്ട് വരും. അപ്പോൾ നമ്മൾ ഒരു സൈഡിലും യൂറോപ്യൻ യൂണിയനിലെ 27 രാജ്യങ്ങൾ മറുവശത്ത് വരുമ്പോൾ എന്തൊരു ഹെഫ്റ്റി ആയിട്ടുള്ള, എന്തൊരു ഹെവി ആയിട്ടുള്ള ഒരു വ്യാപാരമാണ് നടക്കാൻ പോകുന്നത്. ഇനി ലോക GDPയുടെ, ലോക ഉൽപാദനത്തിന്റെ 25%, 4% ഇനി കൈകാര്യം ചെയ്യാൻ പോകുന്നത്, അത്രയും മൂല്യം കൈകാര്യം ചെയ്യാൻ പോകുന്നത് ഇനി ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലാണ്. ഇനി തീരുവരഹിത ലോകം എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. വ്യാപാര നിയന്ത്രണങ്ങൾ മാറുന്നതിലേക്കാണ് ലോകം പോകുന്നത്. നമുക്കറിയാം 2 തരത്തിലുള്ള വ്യാപാര നിയന്ത്രണങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് തീരുവയും മറ്റൊന്ന് കോട്ടയുമാണ്. തീരുവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്കാരനായ ഒരു വ്യക്തി ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് വേറൊരു രാജ്യത്ത് നിന്ന് ഒരു ഉൽപ്പന്നം വന്നു കഴിഞ്ഞാൽ ഈ ആളിന്റെ പ്രൊഡക്ഷൻ അത് സംരക്ഷിക്കപ്പെടണം. അതുകൊണ്ടാണ് നമ്മൾ ഈ തീരുവ വെക്കുന്നത്. അപ്പോൾ നമ്മൾ 100 രൂപയുടെ സാധനം 150 രൂപയ്ക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ 100 രൂപയുടെ സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇന്ത്യക്കാരന് പ്രയോജനം കിട്ടണമെന്നുള്ളതുകൊണ്ട് ഒന്ന് തീരുവ, മറ്റൊന്ന് കോട്ട. കോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 സാധനങ്ങൾ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, 100 സാധനം ഇവിടെ വേണം. അപ്പോൾ നമ്മൾ പറയുന്നത് 50 യൂണിറ്റ് ഇങ്ങോട്ട് പോകുന്നോട്ടെ, 50 ഇവിടെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ 2 രീതിയിലായിരുന്നു നമ്മൾ വ്യാപാര നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിരുന്നത് നമ്മുടെ ഉൽപ്പാദകരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി. ഓരോ രാജ്യങ്ങളും ഇത് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു തീരുവരഹിത ലോകം എന്നതിലേക്ക് നമ്മൾ പോവുകയാണ് എന്ന് നമുക്ക് കാണേണ്ടി വരും. ഇനി എന്താണ് ഈ കരാർ? നികുതി ഭാരമേ വിട എന്നുള്ളതാണ് ഈ കരാറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. 99% ഉൽപ്പന്നങ്ങളും ഇന്ത്യയിൽ നിന്നുള്ളത് തീരുവരഹിതമാകും. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് ചോദിച്ചാൽ, ഈ കരാർ എന്ന് പ്രാബല്യത്തിലാകുന്നോ അന്ന് 90% ഉൽപ്പന്നങ്ങൾ തീരുവരഹിതമാകും. നമുക്ക് ഈ 90% ഉൽപ്പന്നങ്ങളും 27 രാജ്യങ്ങളിൽ തീരുവയില്ലാതെ വിൽക്കാൻ സാധിക്കും. അടുത്ത 7 വർഷം കഴിയുമ്പോൾ 93%, വീണ്ടും 3 വർഷം കഴിയുമ്പോൾ 10 വർഷത്തിനുള്ളിൽ 99% ഉൽപ്പന്നങ്ങളും നമുക്ക് ഒരൊറ്റ തീരുവമില്ലാതെ യൂറോപ്യൻ യൂണിയനിൽ വിൽക്കാൻ സാധിക്കും. ഇനി കൂടുതൽ ഓർഡർ നമുക്ക് ലഭിക്കും. അങ്ങനെ തീരുവയില്ലാതെ നമ്മുടെ വസ്തുക്കൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ കൂടുതലായിട്ട് ഡിമാൻഡ് വരും, കൂടുതൽ ഓർഡർ ലഭിക്കും. ഇന്ത്യക്ക് ഒരു മേൽക്കൈ വരും. അതായത് ഇത്രയും രാജ്യങ്ങളിലേക്ക് സാധനങ്ങൾ കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യം എന്ന നിലയിൽ ഇന്ത്യക്ക് ഒരു മേൽക്കൈ ലഭിക്കും. ഇനി ഇന്ത്യക്ക് എന്താണ് മെച്ചം എന്ന് നമ്മൾ നോക്കാം. ഇവിടെ $33.5 ബില്യൺ മൂല്യമുള്ള വസ്തുക്കൾ നമ്മൾ കയറ്റുമതി ചെയ്തിരുന്നു കഴിഞ്ഞ വർഷം. ടെക്സ്റ്റൈല്, ലെതർ, ഫുട്വെയർ, സമുദ്രോൽപ്പന്നങ്ങൾ, ജെം ആൻഡ് ജ്വല്ലറി, കരകൌശലം, ടയർ, കാപ്പി, സ്മാർട്ട് ഫോൺ, മരുന്ന്, സ്റ്റീല്, എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ, ഓട്ടോ പാർട്സ്, ഇത്രയധികം മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് വലിയ ഉപകാരമാണ് ലഭിക്കാൻ പോകുന്നത്. നമുക്കറിയാം ഈ ട്രംപിന്റെ ഇറക്കുമതി തീരുവ വന്നതോടുകൂടി ഗുജറാത്തിലെ പല വിദ്യാലയങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ ഡ്രോപ്പ് ഔട്ട് ആയി എന്ന് പറയുന്ന ഒരു കണക്ക് വന്നു. ഈ കണക്കിന് നമ്മൾ എങ്ങനെയാണ് ഇതുമായി ബന്ധിപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ജെം ആൻഡ് ജ്വല്ലറി അതുപോലെ ഈ മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്ന, അല്ലെ കയറ്റുമതി മേഖലയിൽ ജോലി ചെയ്യുന്ന പല വ്യക്തികൾക്കും അവരുടെ ബിസിനസ് കൂട്ടേണ്ടി വന്നു, അവരുടെ വരുമാനമില്ലാതായി, കുഞ്ഞുങ്ങളെ നല്ല സ്കൂളുകളിൽ പഠിപ്പിക്കാൻ പറ്റാതായി. അങ്ങനെയാണ് ആ ഡ്രോപ്പ് ഔട്ട് ഉണ്ടായെന്ന് വരും. അപ്പോൾ 27 രാജ്യങ്ങളിലേക്ക് ഈ മേഖലകളിലെല്ലാം ഉള്ള വ്യക്തികൾക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യാൻ സാധിക്കും. അത് വലിയൊരു കാര്യമാണ്. എത്രയധികം പേർക്ക് തൊഴിലും എത്രയധികം പേർക്ക് വരുമാനം ഉണ്ടാവും. ഇനി യൂറോപ്പിൽ എന്ത് കിട്ടുമെന്ന് ചോദിച്ചാൽ 97% ഉൽപ്പന്നങ്ങൾ അവർക്ക് ഇന്ത്യയിലേക്ക് തീരുവയില്ലാതെ കൊണ്ടുവരാൻ പറ്റും. ആദ്യം 30%, 10 വർഷത്തിൽ 93%, കോട്ട അടിസ്ഥാനത്തിലായിരിക്കും ഇത് ലഭിക്കുന്നത്. ഇനി ഇന്ത്യ യൂറോപ്യൻ വ്യാപാര വരുമാനം എന്ന് പറയുന്നത് 2024-25 കണക്ക് പ്രകാരം $136.53 ബില്യൺ ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് മിച്ച വ്യാപാരമാണുള്ളത്. നമ്മുടെ ഇറക്കുമതി കുറവും കയറ്റുമതി കൂടുതലുമാണ്. അപ്പോൾ നമ്മൾ കയറ്റുമതി കൂടുമ്പോൾ നമുക്കത് വലിയ പ്രയോജനം ലഭിക്കും. കേരളത്തിൽ എന്താണ് പ്രതീക്ഷ? നമ്മുടെ സമുദ്രോൽപ്പന്ന മേഖലകൾക്ക് വലിയ പ്രതീക്ഷയാണ്. കാരണം നമ്മുടെ മത്സ്യസമ്പത്തും മത്സ്യോൽപ്പന്നങ്ങളും നമുക്ക് കയറ്റുമതി ചെയ്യാൻ സാധിക്കും. നമ്മുടെ സ്പൈസസ് അല്ലെങ്കിൽ സുഗന്ധ വ്യഞ്ജനങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാൻ പറ്റും. നമുക്ക് കിൽക്കത്തിലെ ഡയലോഗ് ഓർമ്മയുണ്ടാകും. തിലകന്റെ കഥാപാത്രത്തോട് ഞാൻ എന്റെ സ്വന്തം കാറിൽ വരും എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ ഡയലോഗ്. അപ്പോൾ ഇതൊന്ന് എഡിറ്റ് ചെയ്യേണ്ടി വരും. ഞാൻ എന്റെ സ്വന്തം ആഡംബര കാറിൽ വരും എന്ന് പറയേണ്ടി വരും. ഇനി നമുക്ക് ബെൻസോ, BMW, ഓഡിയോ ഒന്നും വാങ്ങിക്കാൻ വലിയ വില കൊടുക്കേണ്ടി വരില്ല. ഇറക്കുമതി ചെയ്ത വാഹനങ്ങൾ. അപ്പോൾ എസ്കെന്റെ ബെൻസ് മാറിയിട്ട് ഇനി ഒരു മക്ലാരനോ ലോട്ടസോ ഒക്കെ വേണമെങ്കിൽ വാങ്ങിക്കാം. അപ്പോൾ 110% തീരുവയിൽ നിന്ന് 10% തീരുവ കുറയുകയാണ്. അപ്പോൾ മെഴ്സിഡസ് ബെൻസ്, BMW, ഓഡി, JLR, റോൾസ് റോയ്സ്, ആസ്റ്റൺ മാർട്ടിൻ, ഈ കാറുകളെല്ലാം ഇനി വലിയ വിലക്കുറവിൽ ഇന്ത്യയിലേക്ക് ലഭിക്കാൻ പോകുന്നു. ഇറക്കുമതി ചെയ്ത മദ്യത്തിന് നമുക്ക് പറയുന്നതിൽ വലിയ താല്പര്യമില്ല. കാരണം മദ്യപിക്കാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. 150% നിന്ന് 20% തീരുവ കുറയുമ്പോൾ വില കുറയും. വൈൻ, ബിയർ, സ്പിരിറ്റ്, ഭക്ഷ്യോൽപ്പന്നങ്ങൾ ഇവിടെയൊക്കെ വില കുറയും. അതേസമയം കാർഷികോൽപ്പന്നങ്ങളെ അരിയും, പഞ്ചസാരയും, കോഴിയിറച്ചിയും, ബീഫും, എത്തനോളും, ക്ഷീരോൽപ്പന്നങ്ങളും ഒക്കെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ട്രംപ് വളരെ അൺഹാപ്പിയാണ്. ഇത് യുദ്ധ ഫണ്ടിംഗ് ആണ്. വിലപേശൽ ശേഷി അമേരിക്കയുടേത് കുറയും. കാരണം നമ്മൾ ഇത്രയും രാജ്യങ്ങളുമായി വ്യാപാരത്തിന് പോവുകയാണ്. അതുകൊണ്ട് ട്രംപ് വളരെ നിരാശനാണ്. ഡോളറിന്റെ കരുത്ത് കുറയ്ക്കും. ഒപ്പം തന്നെ US വിപണി നഷ്ടപ്പെടും. അതേസമയം നമുക്ക് ഒരുപാട് വിപണി ലഭിക്കും എന്ന് പറയുന്ന ആനുകൂല്യമുണ്ട്. അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ഈ കരാർ ഇന്ത്യക്ക് വലിയ ഉപകാരമാണ് സാധാരണക്കാർക്കടക്കം ചെയ്യാൻ പോകുന്നത്.